ഹേ എവരി വൺ, എല്ലാവർക്കും മത്താശം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഡ്രൈ സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഡ്രൈ സ്കിൻ കെയർ എങ്ങനെയാണ് നമുക്ക് ഡ്രൈ സ്കിന്നിനെ ഒരു പരിധി വരെ ഓക്കെ ആക്കി കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൺ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ള സ്കിൻ ടൈപ്പിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കെയർ വേണ്ട ഒരു സ്കിന്നാണ് ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് ഏതൊരു കാലാവസ്ഥയും അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ് കെയർ ഇല്ലെങ്കിൽ. നമുക്കറിയാം, പ്രത്യേകിച്ച് നമുക്ക് വിൻ്ററും സമ്മറും ഒക്കെ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടൈം അല്ലെങ്കിൽ ഒരു കാലാവസ്ഥയാണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പിന് ഡ്രൈ സ്കിന്നുകാർക്ക് എക്സ്ട്രാ കെയർ ആവശ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈ സ്കിന്നിനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ളതും ആണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കെന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നമ്മുടെ ഹെൽത്തിനാണെങ്കിലും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ശരീരത്തിന് അത് നല്ലത് തന്നെയാണ്. പിന്നെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത് ഈ ഡ്രൈനെസ് കൂടുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മുടെ ഫേസ് എപ്പോഴും വാഷ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം നമുക്കറിയാം, നമ്മളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കെയർ ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും ഡ്രൈ സ്കിന്നിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവൂ. എല്ലാ പ്രൊഡക്റ്റും വാരി ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ വീണ്ടും വീണ്ടും ഡാമേജ് ആയി പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ സ്കിൻ ഏതാണ്, ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഡ്രൈ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ നമ്മുടെ കയ്യിൽ, അതായത് നമ്മൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ക്യാരി ചെയ്ത് പുറത്ത് പോകുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മൾ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഫേസ് വാഷ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി മാക്സിമം ഒഴിവാക്കുക. കാരണം നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആകത്തേ ഉള്ളൂ. പിന്നെന്ന് പറയുന്നത്, നമ്മുടെ പ്രൊഡക്ട്സ് മാറ്റി യൂസ് ചെയ്യാതെ ഇരിക്കുക. ഏതൊരു പ്രൊഡക്റ്റാണ് നമുക്ക് ക്ലിക്കാവുന്നത് അത് നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ ഈ ജെൽ ഫോമും ലൂസ് ക്രീം ടെക്സ്ചേഴ്സുള്ള കാര്യങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. നമുക്കറിയാം, ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. നമ്മളെപ്പോഴും ക്രീമി ടെക്സ്ചറായിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രമേ ഉപയോഗിക്കാവൂ. ഫേസ് വാഷ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജെൽ ഫോമോ അല്ലെങ്കിൽ ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ സ്കിൻ വീണ്ടും ഡ്രൈ ആക്കത്തേ ഉള്ളൂ ഈ ഒരു പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹോം റെമഡീസ്, അതായത് DIYs ഒക്കെ എന്തെങ്കിലും ഫേസിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെയാണ് പയറുപൊടി. ഡ്രൈ സ്കിന്നുള്ള ആളുകൾ പയറുപൊടി യൂസ് ചെയ്യുകയേ ചെയ്യരുത്. നമുക്ക് ബാത്ത് പൗഡറായിട്ടൊക്കെ ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പയറുപൊടി. അതുപോലെ സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ദയവേത് നമ്മൾ അത് യൂസ് ചെയ്യാൻ പാടില്ല. പയറുപൊടിയൊക്കെ നമ്മുടെ സ്കിൻ വളരെ ഡ്രൈ ആക്കത്തേ ഉള്ളൂ. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്സ് പൗഡർ വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഡ്രൈനെസ് കുറയ്ക്കാനും വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ബോഡിയൊക്കെ ഡ്രൈ ആകുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് വാസ്ലിൻ പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത്. ഇത് നൈറ്റ് മാത്രം യൂസ് ചെയ്യുക. രാത്രി കിടക്കുമ്പോഴും നമ്മൾ ബോഡിയിലും കയ്യിലും കാലുകളിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ഇത് ഫേസിലും ലിപ്പിലും ഒന്നും അപ്ലൈ ചെയ്യരുത്. അതൊക്കെ ഡാർക്ക്നെസ് കൂട്ടത്തേ ഉള്ളൂ. അപ്പം ഇത് രാത്രിയിൽ മാത്രം യൂസ് ചെയ്യുക. പകൽ യൂസ് ചെയ്ത് പുറത്ത് പോകാതിരിക്കുക. നമ്മൾ പകൽ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് പുറത്ത് പോകാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യുക. എവറി 2 hours കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേങ്കിൽ അത്രയും നമുക്ക് എന്താ പറയുക, ബോയ്സൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ക്യാരി ചെയ്തൊന്നും പുറത്ത് പോകത്തില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് വീണ്ടും ഫേസ് കഴുകുന്ന ടെൻഡൻസിയൊക്കെ മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനസ് ഒരു പകുതി വരെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ഒരുപാട് സമയം എടുത്ത് കുളിക്കാതിരിക്കുക. അത് നമ്മുടെ സ്കിന്നിന് ഡ്രൈനസ് കുറയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്കറിയാം, നമ്മൾ ഷവർ ബാത്താണ് ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ കുളിക്കുവാണെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുത്ത് നമ്മൾ വെള്ളം കോരി ഒഴിച്ച് ഇങ്ങനെ കുറേ ടൈം നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കാതെ വേഗം കയറിയിട്ട് കുളിക്കുക. എളുപ്പം ഇറങ്ങുന്ന ആ ഒരു ടെൻഡൻസി കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡ്രൈനസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ
ആക്കി തന്നെ വെക്കാൻ ശ്രമിക്കുക. ഒരുപാട് ഇങ്ങനെ കുളിച്ചതിന് ശേഷം നമ്മൾ ഫേസ് ആണെങ്കിലും നല്ല രീതിയിൽ ടവൽ വെച്ചിട്ട് ഒപ്പാതിരിക്കുക. ബോഡി ആണെങ്കിലും നമ്മൾക്ക് മാക്സിമം പ്രൈവറ്റ് ഏരിയാസൊക്കെ മാത്രം ഒന്ന് നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അതേ അങ്ങനെ ഉണങ്ങാനായിട്ട് വിടുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ കുളിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് പ്രൊഡക്ട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്, ബോഡി ലോഷൻ ആണെങ്കിലും ഫേസ് ക്രീം ആണെങ്കിലും എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നോ അതൊക്കെ ആ നനവോട് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈനസ് കുറച്ച് നമുക്ക് സ്കിൻ അടിപൊളിയാക്കി വെക്കാൻ സാധിക്കും. നമ്മുടെ ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾക്ക് വെളുത്ത് പാറുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെളുക്കുക എന്നുള്ള ഉപരി നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളെ സ്വയമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സ്കിന്നും അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയും ഒക്കെയും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയായിരിക്കും. അപ്പോൾ വെളുക്കുക എന്നുള്ളതിലുപരി ഇതിനെ കെയർ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ സ്കിന്നിലുള്ള ഏറ്റവും ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് മാക്സിമം അതുപോലെ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ, അതായത് എക്സ്പെഷ്യലി ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് ഒരു ഹെൽപ്പ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെൽത്തൊക്കെ നമുക്ക് എപ്പോഴും ഉള്ളൊരു അസറ്റ് തന്നെയാണ്. അത് എപ്പോഴും നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരുന്നതും വരെ താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ കാണുന്നവർ എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.